വളരെ കൃത്യമായ പരിധികൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അനർഹമായ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനില്ലാത്ത കാര്യങ്ങൾ പ്രവാചകന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രശംസിക്കരുത്. അങ്ങനെ പ്രശംസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് തൃപ്തിയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയാത്തൊരു കാര്യം എന്റെ പേരിൽ ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവന്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ ഒരുക്കട്ടെ. അതാ റസൂലിന്റെ താക്കീത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന താക്കീത് അതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാത്തൊരു കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ നരകത്തിലാണെന്നവൻ മനസ്സിലാക്കണമെന്നാണ്. ഇതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ മൗലിദിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ഹദീസ് എന്ന് പറഞ്ഞ് മൗലിദിന്റെ കിതാബുകളിൽ വായിക്കപ്പെടുന്ന പലതും ഏത് ഹദീസ് ഗ്രന്ഥത്തിലാ ഉള്ളത്? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ള മൗലിദായിരിക്കും മങ്കൂസ് മൗലിദ്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം സൂചിപ്പിക്കുക. സുബ്ഹാനല്ലദീ അത്റഅ ഫീ ശഹ്രി റബീഇൽ ഖവരി ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അങ്ങനെയാണ് മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത്. ആദ്യം തന്നെ എന്താ പറയുന്നത്? വഔജദ നൂറഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ഉണ്ടാക്കിയിരിക്കുന്നു. ഖബല ഖൽഖിൽ ആലം, ലോകമെല്ലാം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് പ്രവാചകന്റെ പ്രകാശം അള്ളാഹ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. ആദ്യം അള്ളാഹ് സൃഷ്ടിച്ചത് എന്താ? ഈ മൗലിദിന്റെ കിതാബിൽ പറയുന്ന ഉത്തരം, ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിവാണ്, പ്രകാശമാണ്. സൂഫി ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള ധാരാളം പരാമർശങ്ങൾ കാണാം. അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് പ്രവാചകന്റെ പ്രകാശം ഉണ്ടാക്കി. ആ പ്രവാചകന്റെ പ്രകാശത്തിൽ നിന്ന് ലോകമൊത്തവും അള്ളാഹു ഉണ്ടാക്കി എന്ന രീതിയിലാണ് സൂഫി ഗ്രന്ഥങ്ങളിൽ, അതേ തുടർന്ന് വന്ന മൗലിദിന്റെ പല ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നത്. സഹീഹായ സ്വീകാര്യമായ ഒരു ഹദീസ് പോലും ഈ വിഷയത്തിലില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സ്വീകാര്യമായ ഒരു രേഖയുമില്ല. പിന്നെ ഉള്ളതെല്ലാം ലഈഫാണ്, ദുർബലമാണ്, മൗദൂആണ്, നിർമ്മിതമാണ്. ഇതാണ് അതിലുള്ള രേഖകൾ. വ്യക്തമായ ഹദീസുകളിലൊന്നും പഠിപ്പിച്ചത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറുല്ലാഹിനെ വിളിച്ചു പറയുന്നു, ജാബിറെ, ഇന്ന അവ്വല മാ ഖലഖല്ലാഹ്, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്, അവ്വലു മാ ഖലഖല്ലാഹ്, ആദ്യം അല്ലാഹു സൃഷ്ടിച്ചത് അൽ ഖലം, ഖലമാണ് ആദ്യം അല്ലാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് കലമിനോട് റബ്ബ് പറഞ്ഞു, കലമിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു, ഉക്തുബ്, എഴുതുക, രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞു. കലം റബ്ബിനോട് ചോദിച്ചു, എന്താണ് റബ്ബേ ഞാൻ എഴുതേണ്ടത്? അപ്പൊ കലമ് സംസാരിക്കുമെന്നും ചോദിക്കണ്ട, ഇതൊക്കെ പടച്ചോന്റെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പരലോകത്ത് വരുമ്പോൾ നമ്മുടെ കയ്യും കാലൊക്കെ സംസാരിക്കുമല്ലോ. ഇന്ന് ഇരുമ്പും മറ്റൊക്കെ സംസാരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കലമ് റബ്ബിനോട് ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്, എന്താണ് രേഖപ്പെടുത്തേണ്ടത് എന്ന്. അല്ലാഹ് പറഞ്ഞു, ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും മഖാദീറുകൾ, ഖദറുകൾ രേഖപ്പെടുത്തുക. ഹത്താ തഖൂമ സ്സാഅ, അന്ത്യനാൾ വരുന്നത് വരെയുള്ള സർവ്വ കാര്യങ്ങളും രേഖപ്പെടുത്തുക എന്ന് ഖലമിനോട് പറഞ്ഞു. ഇതാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത്. വ്യക്തമായ ഹദീസിൽ വന്ന ഒന്നതാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നല്ല. ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് മണ്ണിൽ നിന്ന്, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചത് മലക്കുകളെയാണ്. പിശാചിനെ സൃഷ്ടിച്ചിട്ടുള്ളത് തീജ്വാലയിൽ നിന്നാണ്. മിമ്മാരിജിം മിന്നാർ, തീജ്വാലയിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അതാണ്. മിൻ സൽസാലിൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നുള്ളതാണ്, ആദമോ മണ്ണിൽ നിന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ സൃഷ്ടി അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് എന്ന് വ്യക്തമായി ഖുർആനിലും ഹദീസിലും പരാമർശിക്കുന്നു.
അപ്പൊ പ്രകാശത്തിൽ നിന്നല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ്. ലോകത്ത് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്. ഈ മൗലിദിന്റെ കിതാബിൽ പറയുന്നത് അങ്ങനെയല്ല. ആദ്യം സൃഷ്ടിച്ചത് റസൂലിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നു. വേറെ ചില ഗ്രന്ഥങ്ങളിൽ ആ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തുള്ളതെല്ലാം ഉണ്ടാക്കിയത് എന്നും വിശദീകരിക്കുന്നു. ഇത് വ്യക്തമായ രേഖയുള്ള കാര്യമല്ല. അങ്ങനെ നിങ്ങൾ ഓരോന്ന് പരിശോധിച്ചു നോക്കി. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തുടർന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്ന ഒരു കാര്യം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കി, പ്രവാചകനെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും അള്ളാഹു വിലക്കിയിട്ടുള്ള പഴം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോന്നു. ഇവിടെ വന്നപ്പോൾ ആ അബദ്ധത്തിന് അവർ അള്ളാഹുവിനോട് പരിഹാരം പശ്ചാത്തപിച്ചു. ഫതാബ അലൈഹി, അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയും ചെയ്തു. എങ്ങനെ പശ്ചാത്തപിച്ചത്? ഖുർആൻ പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, ആദം അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. എന്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? ഖുർആൻ വിശദീകരിച്ചു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്തു പോയിരിക്കുന്നു. നീ പൊറുക്കുന്നില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി പോകും. ഈ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. അവരുടെ പശ്ചാത്താപം അള്ളാഹു അംഗീകരിച്ചു. ഇതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വന്ന അബദ്ധത്തിന് അദ്ദേഹം സ്വീകരിച്ച പരിഹാരമായി വിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഈ മൗലിദിന്റെ കിതാബിൽ പറയുന്നത് അങ്ങനെയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കി എന്നാണ്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, എങ്ങനെ നിനക്ക് മുഹമ്മദിനെ മനസ്സിലായി എന്ന്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാനൊന്ന് തലപൊക്കി നോക്കി, അപ്പോൾ അർശുമ്മേലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് രേഖപ്പെട്ട് കിടക്കുന്നു. നിന്റെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് എഴുതി വെക്കണമെങ്കിൽ ആ ആള് അങ്ങേയറ്റം അംഗീകരിക്കപ്പെടുന്ന ആളായിരിക്കണല്ലോ എന്ന്. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുത്തു, നിന്റെ സന്തതിയും അവസാനത്തെ പ്രവാചകനുമാണ് മുഹമ്മദ് എന്ന്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലോകമൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചു, ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണോ? അല്ല. വ്യക്തമായ രേഖയുള്ളതാണോ? അല്ല. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ് എന്ന് ഹദീസിന്റെ നിദാന ശാസ്ത്രം പഠിക്കുന്ന ഗ്രന്ഥമുണ്ട്. സഹീഹ് ഏതാണ്, രോഗമുള്ളത് ഏതാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയത് ഏതാണ്, ശരിയേതാ തെറ്റേതാണ് എന്ന് ഹദീസ് വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള മാർഗരേഖ പഠിപ്പിക്കുന്ന ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന നിദാന ശാസ്ത്ര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ് എന്ന് കൊടുക്കുന്നത് എന്തിനാണെന്നറിയുമോ? മൗളൂഇന്റെ ഉദാഹരണമാണ്. അള്ളാഹിന്റെ റസൂല് പറയാത്ത ഒരു സംഗതി റസൂലിന്റെ പേരിൽ പിൽക്കാലത്ത് ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അത്തരം വ്യാജ കള്ള ഹദീസിന് ഒരു ഉദാഹരണമായിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഈ ഉദാഹരണമായ വചനം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു സംഗതി. ഇതാണ് വസ്തുത. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കി എന്നുള്ളത് വ്യക്തമായ സ്വീകാര്യമായ ഒരു രേഖയിലുമില്ല. ഇങ്ങനെയാണ് മങ്കൂസ് മൗലിദിലുള്ള ഉദാഹരണം. ഇനി ഷറഫുൽ അനാം അതുപോലത്തെ മൗലിദിലേക്ക് കടന്നാൽ പലതരം കാണും. ഷറഫുൽ അനാമിൽ ബർസഞ്ചി മൗലിദ്, പല മൗലിദുണ്ടല്ലോ. ഓരോ കാലത്തുള്ള ആരൊക്കെ എഴുതിയതാണ്. ഇത് എഴുതിയതാരാന്നും മിക്കവാറും ആളുകൾക്കൊന്നും അറിയില്ല, ഇതിന്റെ കർത്താവാരാന്നും അറിയില്ല. ഇതിനേക്കാളെല്ലാം ഗൗരവമുള്ള ചില വിഷയങ്ങളും ഈ മൗലിദിന്റെ കിതാബിലുണ്ട്. മങ്കൂസ് മൗലിദ് തന്നെ പറയുന്നു, യാ സയ്യിദ സാദാതി ജീതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. എല്ലാ നേതാക്കന്മാരുടെയും നേതാവായിട്ടുള്ള പ്രവാചകരെ, നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു ഞാൻ. ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ഉദ്ദേശം നിരാശപ്പെടുത്തി കളയരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ച്
പ്രവാചകരോടുള്ള പ്രാർത്ഥനയാണ് അതിൽ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആവശ്യപ്പെടുന്നത്, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസനിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഏറ്റവും ഉത്തമരായ നേതാവായ പ്രവാചകരെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുക്കാൻ നിങ്ങളോട് ഞാനിതാ ശിക്കായത്ത് പറയുന്നു, വേവലാതിപ്പെടുന്നു. പാപം പൊറുക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം റസൂലിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പാപമോചനത്തിന് പുരോഹിതന്മാരോട് കുമ്പസരിക്കുന്ന സമ്പ്രദായം ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയില്ല. അല്ലാഹുവല്ലാതെ പാപം പുറത്തു തരാൻ ആരുണ്ട്? പടച്ചവൻ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു കാര്യം അതാണ്. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന തൗബ, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പാപമോചനം. പക്ഷേ മൗലിദിന്റെ കിതാബിൽ പറയുന്നത് അതല്ല. ലക അഷ്കൂ ഫീഹി, പ്രവാചകരെ ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ വേവലാതിപ്പെടുന്നു എന്ന റസൂലിനോട് പാപം പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിലും കാണാം, യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാതിൽ ഉമൂരി, എൻ്റെ മുഖ്യമായ പ്രശ്നങ്ങളിലെല്ലാം എൻ്റെ അഭയമേ, എൻ്റെ രക്ഷാകേന്ദ്രമേ, ഫഅജ്ർനി വഅഗ്സിനി, എന്നെ രക്ഷിക്കണം, എനിക്ക് അടിയന്തര സഹായം നൽകണം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടത് ഒരു മുസ്ലിം പടച്ചവനോടാണ്. പടച്ചവനോടാണ് നമ്മൾ പറയേണ്ടത്. ഇത് തസ്തഗീസൂന റബ്ബക്കും വസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബദർ രണാങ്കണത്തിൽ 1000-ഓളം വരുന്ന ശത്രുക്കളോട് പോരാടേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ ഇസ്തിഗാസ ചെയ്തു. ആരോട്? ഇത് തസ്തഗീസൂന റബ്ബക്കും അല്ലാഹുമ്മ നസ്റക് അല്ലാഹുമ്മ നസ്റക്, അല്ലാഹുവേ നിന്റെ സഹായം, അല്ലാഹുവേ നിന്റെ സഹായം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനക്കുള്ള ഉത്തരം കൊടുത്തു. അതാ ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃക. പക്ഷേ ഈ മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ പാട്ടിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുഖ്യ കാരണം അവലംബമായി സ്വീകരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിനോടാണ് പ്രാർത്ഥിക്കുന്നത്. റസൂല് നമ്മളെ പഠിപ്പിക്കുന്ന മാതൃക അതാണോ? അല്ല. റസൂലും സഹാബത്തിന്റെയും മാതൃക അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുക, സഹായം തേടുക എന്നാണ്. ഖുല്ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, എനിക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അധീനമാക്കാൻ കഴിവില്ല എനിക്ക് എന്ന് താങ്കൾ പറയണം. ഇതാണ് റസൂലിനോട് അല്ലാഹ് പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, നബിയെ പ്രഖ്യാപിക്കണം, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന അള്ളാഹുവിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, ആരോടും ഞാൻ പങ്കു ചേർക്കുകയില്ല. പ്രാർത്ഥനയിൽ അള്ളാഹുവില്ലാത്ത മറ്റൊരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഇതൊക്കെ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ചോദ്യകർത്താവ് സൂചിപ്പിച്ച പോലെ മൗലിദ് പാരായണമല്ലേ എന്നുള്ളതാണ്. ഈ മൗലിദിന്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ തർജുമ വാങ്ങി വായിച്ചു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തതിൽ പറയുന്നു എന്നുള്ളത്. അതിൽ ഇത്തരത്തിലുള്ള കുറെ അടിസ്ഥാനരഹിതമായ കഥകൾ, ദുർബലമായ സ്വീകാര്യമല്ലാത്ത ഹദീസിന്റെ ഭാഗങ്ങൾ, അതിൻ്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിസ്ഥാനരഹിതമായി കൊണ്ടുള്ള പുകഴ്ത്തുകളും ഇകഴ്ത്തലുകളുമാണ്. നമുക്ക് വളരെ കൃത്യമായി തന്നെ ഒരു മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകനെ പ്രശംസിക്കണം, പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റണം, പ്രവാചകന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം. പ്രവാചകന്റെ മഹത്വത്തെ എവിടെയാണോ ഇകഴ്ത്തുന്നത് അതിനെതിരിൽ കവിതയിലൂടെ, രചനകളിലൂടെ, ജീവിതത്തിലൂടെ നമുക്ക് മറുപടി പറയാനും സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശമായി നമുക്ക് ലഭിച്ച ചെറുതും വലുതുമായ സർവ്വകാര്യങ്ങൾ നമ്മൾ പിൻപറ്റണം. പ്രവാചകന്റെ പേരിൽ കഴിയുന്നത്ര സലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഇതൊന്നും ഒരു പ്രത്യേക ദിനത്തിന് വേണ്ടി മാത്രമുള്ള ഏർപ്പാടല്ല, ഒരു പ്രത്യേക ദിനത്തിലേക്കുള്ളതല്ല. അത് ആഘോഷിച്ചുകൊണ്ട്, ഒരു ദിനത്തെ ആഘോഷിച്ചുകൊണ്ട് ചെയ്യാനുള്ള കർമ്മവുമല്ല. അത്തരത്തിൽ ഒരു ദിനം പ്രത്യേകമായി
റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നൊരു ദിനം ഇതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടില്ല, പ്രവാചകന്റെ സഹാബികളും ചെയ്തിട്ടില്ല, മഹാന്മാരായ താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, അയിമ്മത്തുകൾ മഹാന്മാരായ ഇമാമുകൾ ചെയ്തിട്ടില്ല. വളരെ കാലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച ചില മുസ്ലിങ്ങൾ ചില പ്രദേശത്ത് ചെയ്തു. ഷിയാക്കളാണ് അത് ആദ്യമായി മുസ്ലിം ലോകത്ത് ആരംഭിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് ഇങ്ങനെ മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രചരിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ചരിത്ര വസ്തുതയുള്ളത്. പിന്നെ സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് അംഗീകരിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഒന്നുള്ളത്. ഒരു പണ്ഡിതനോട് ഈ വിഷയത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ചു എന്നാണ് ചോദ്യകർത്താവ് നൽകിയിട്ടുള്ളത്. സുയൂത്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വസ്തുതയുണ്ട്. രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വിശദീകരിക്കുകയില്ല. അദ്ദേഹം ജീവിക്കുന്നത് ഹിജറ 913 അദ്ദേഹം മരിക്കുന്നത്. ഹിജറ വർഷം 913 സുയൂത്തി മരിക്കുന്നത്. അപ്പൊ സമീപകാലത്ത് ജീവിച്ചിട്ടുള്ള അടുത്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അല്ലാതെ സ്വഹാബിയോ താബിയോ താബീങ്ങളോ ഷാഫി ഇമാമിന്റെയോ ഇമാം ബുഖാരിയുടെയോ മുസ്ലിമിന്റെ ഒന്നും കാലത്ത് ജീവിച്ച ആളല്ല. ഈ അടുത്ത കാലത്ത് ജീവിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് സുയൂത്തി എന്ന് പറയുമ്പോൾ. ഇമാം മഹല്ലി എന്ന് പറയുന്ന അദ്ദേഹം ഹിജറ 864 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് ജീവിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഇവരൊക്കെ അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് തഫ്സീർ ജലാലൈനി എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ എന്തുണ്ട് എന്ന് ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിൽ മുസ്ലിം സമുദായത്തിന് തന്നെ ക്ഷീണമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ജലാലൈനി എന്ന പേരിൽ ജലാലുദ്ദീൻ സുയൂത്തിയും ജലാലുദ്ദീനിൽ മഹല്ലി ഈ 2 പണ്ഡിതന്മാർ കൂടി ഖുർആനിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാന ഗ്രന്ഥം മലയാളത്തിലേക്ക് പലരും തർജുമയും ചെയ്തിട്ടുണ്ട്. തർജുമ ചെയ്ത ആളുകൾ അതിലെ പല ഭാഗങ്ങളും വിട്ടുകളഞ്ഞെങ്കിലും വിട്ടുകളയാതെ ചിലത് അവശേഷിപ്പിച്ചിട്ടുണ്ട്. മൂലഗ്രന്ഥത്തിലുള്ള പലതും വിട്ടുകളഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വിട്ടുകളഞ്ഞ ചിലതൊക്കെ ഖൈറാണ്. പക്ഷെ വിട്ടുകളയാതെ അവശേഷിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങ് വിശദീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള ധാരാളം അതിൻ്റെ പരിഭാഷ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊരു പണ്ഡിതനെയും ആത്യന്തികമായി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. പണ്ഡിതാഭിപ്രായങ്ങളുടെ ശരിയും തെറ്റുമുണ്ടാകും. ആ ശരിയും തെറ്റും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് വന്ന ഏതൊരു പണ്ഡിതന്റെയും അഭിപ്രായത്തിൽ അബദ്ധം വരാം, തെറ്റും ശരിയും ഉണ്ടാകാം. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളല്ലാതെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അബദ്ധമില്ല, തെറ്റുകളില്ല, തിരുത്തപ്പെടേണ്ടതില്ല. അവിടുത്തെ ജീവിതം മുഴുവനും നമുക്കുള്ള മാതൃകയാണ്. ആ ജീവിതം മുഴുവനും നമ്മൾ മാതൃകയാക്കുന്നുവോ തീർച്ചയായും പ്രവാചകന്റെ സുന്നത്ത് ഇഷ്ടപ്പെടുന്നവൻ പ്രവാചകനെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെടുന്നുവോ എങ്കിൽ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി എന്താ? പ്രവാചകന്റെ മാതൃക സ്വീകരിക്കുക, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ പകർത്തുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നബിദിന പരിപാടിയൊക്കെ നടക്കുമ്പോൾ അന്നും നിസ്കരിക്കാത്ത ആളുകൾ കുറേ നബിദിനത്തിന് സജീവമായിട്ടുണ്ടാകും. ആശ്ചര്യം തോന്നാറുള്ളത്, പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വന്ന ആളുകളാണ് അന്നും താരിഖു സലാത്തായിട്ട് നരകത്തുകളുടെ ടിക്കറ്റ് വാങ്ങാനാണ് വന്നത്. അത്തരം ആളുകൾ. അങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഇവർക്ക് യഥാർത്ഥ സ്നേഹമാണോ ഇതിൻ്റെ പിന്നിലുള്ളത്? യഥാർത്ഥ സ്നേഹമാണ് പ്രവാചകനോടുള്ളതെങ്കിൽ ഒരു നേരത്തെ നിസ്കാരം ഒഴിവാക്കുമോ? പ്രവാചകന്റെ സുന്നത്തുകൾ അനുഷ്ഠിക്കില്ലേ? ജീവിതത്തിൽ പ്രവാചകന്റെ ചര്യയോട് താല്പര്യമുണ്ടാവില്ലേ? ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്ത് സ്വാധീനമാണ് ഈ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്? നമ്മൾ അന്വേഷിച്ചു നോക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതിന് മാതൃകയില്ല. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഉത്തമ നൂറ്റാണ്ടുകാലത്ത് ജീവിച്ച സഹാബികളുടെയും താബീങ്ങളുടെയും താബീങ്ങളുടെയും ജീവിതത്തിൽ ഇതിന് മാതൃകയില്ല. മാതൃകയില്ലാത്ത ഒരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല. അത് അങ്ങേയറ്റം അല്ലാഹു റസൂൽ ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. ആ ബിദ്അത്ത് ആയതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കാതിരിക്കുന്നത്. അത് ആഘോഷിക്കുന്നതിനെതിരിൽ
ഈ പണ്ഡിതന്മാർ ശക്തമായി ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തെല്ലാം ഗുണങ്ങൾ അതിൻ്റെ ഫലമായി ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, അതിന് മതത്തിൽ അടിസ്ഥാനമില്ല. മതപരമായി അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തുകൂടൂ. അതാണ് ഈ വിഷയത്തിലുള്ള വ്യക്തമായ തീരുമാനം. അതുകൊണ്ട് തന്നെ ശരിയും തെറ്റും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അന്വേഷിക്കണം, അറിയണം. കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വഹാബി നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയതിൻ്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അതോടൊപ്പം തന്നെ വേറെ സൂറത്തുകളും ഓതും. അപ്പോൾ അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾ പറഞ്ഞു, താങ്കൾ ഒരു പക്ഷേ ഒരു സൂറത്ത് ഓതുക. ഇത് ഒരു സൂറത്ത് ഓതും, പിന്നെ മറ്റൊന്ന് ഓതും, എല്ലാ റക്അത്തിലും ഇത് ഓതുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് ചെയ്യുന്നു ചോദ്യം വന്നു. അതാണ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, ഇതിനിഷ്ടമുണ്ടെങ്കിൽ എന്നെ ഇമാമാക്കിയാൽ മതിയെന്ന്. ആളുകൾ റസൂലിൻ്റെ അടുക്കലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഗതി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി വഹിബു, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ സൂറത്തിനോട് എനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ സൂറത്ത് എല്ലാ റക്അത്തിലും ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. ഇത് നബിദിനാഘോഷത്തിൻ്റെ തെളിവാണ് എന്നാണ്. ഇതും നബിദിനാഘോഷവും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇത് ബന്ധിപ്പിച്ച രൂപം ആശ്ചര്യമുള്ള രൂപമാണ്. ഈ സൂറത്ത് ഓതുന്നത് അള്ളാഹുവിൻ റസൂല് അനുവദിച്ചു കൊടുത്തല്ലോ. റസൂല് പഠിപ്പിക്കാത്ത ഒരു രീതിയാണ് ഈ സ്വഹാബി ചെയ്തത്. അതുപോലെ റസൂല് പഠിപ്പിക്കാത്ത ഒന്നാണ് നബിദിനാഘോഷം, നമുക്കത് ചെയ്യാം. ഇതാണ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. ഇതിൻ്റെ പൊള്ളത്തരം ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതണം എന്നതാണ് ഇസ്ലാമിലെ നിയമം. അത് ഒരു റക്അത്തിൽ തന്നെ 2, 3, 4 സൂറത്ത് ഓതാം. നമ്മൾ തറാവിയ നിസ്കാരത്തിൽ എത്ര സൂറത്ത് ഓതും? ഒരേ സൂറത്ത് തന്നെ എല്ലാ റക്അത്തിലും ഓതാം. ഒരു സൂറത്തിൻ്റെ പകുതിയോ കുറച്ചോ ഒരു റക്അത്തിലും, അടുത്ത ഭാഗം അടുത്ത റക്അത്തിലും ഓതാം. ഒരു റക്അത്തിൽ ഖുൽ യാ റബ്ബിന്നാസ് ഓതിയിട്ട് അടുത്ത റക്അത്തിൽ അതിൻ്റെ മേലെ സൂറത്ത് ഓതാം. ഇതെല്ലാം അനുവദിച്ചതാണ്. അടിസ്ഥാനപരമായിട്ടുള്ളത് ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഖുർആനിലെ ഏതെങ്കിലും ഭാഗം ഓതണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമുള്ളത്. അദ്ദേഹം 2 സൂറത്ത് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയല്ല ജന്മദിനാഘോഷം. ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതിൻ്റെ അടിസ്ഥാനം തന്നെ ഇസ്ലാമിലില്ല. നിങ്ങൾ ജന്മദിനം ആഘോഷിച്ചുകൊള്ളൂ എന്ന് അള്ളാഹുവിൻ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സൂറത്തോ 2 സൂറത്തോ 3 സൂറത്തോ ഓതുന്ന പോലെ നമുക്ക് 2 പരിപാടി വെച്ചോ 3 പരിപാടി വെച്ചോ 4 പരിപാടി വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജന്മദിനം ആഘോഷിക്കാം. പക്ഷെ ജന്മദിനം ആഘോഷിക്കുക എന്നതില്ല. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു വശമുള്ളത്, വിശുദ്ധ ഖുർആൻ മഹാന്മാരായ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബിമാരെയും അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ 2 തരത്തിലാണ് ഇത് നിർവഹിക്കുന്നത്. ഒന്ന്, മഹാന്മാരായ ആളുകളുടെ ഫോട്ടോ, പ്രതിമ ഇതുപോലെയുള്ള ഉണ്ടാക്കുക, അവരുടെ ജനനദിനം, മരണദിനം ഇതൊക്കെ ആചരിക്കുക. ഇതാണ് മഹാന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു രീതി. മറ്റൊന്ന്, ആ മഹാന്മാര് പഠിപ്പിച്ച ജീവിത സന്ദേശങ്ങൾ പകർത്തിക്കൊണ്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഇതാണ് 2 രീതിയുള്ളത്. ഇതിൽ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രവാചകന്റെയും ഒരു മഹാന്റെയും ജനന തീയതി ഖുർആനിലില്ല. അയാൾ മരിച്ച തീയതി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തനിക്ക് മുമ്പ് വന്നുപോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ജനന തീയതിയോ മരണ തീയതിയോ പറയുന്നില്ല. ആ മാർഗം ഖുർആൻ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഖുർആനിലുള്ളതെല്ലാം ഈ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളാണ്. അത് ജനങ്ങൾ എന്ത് ചെയ്തു, സ്വീകരിച്ചോ ഇല്ലയോ, സ്വീകരിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിച്ചു, സ്വീകരിച്ചവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ബഹുമാനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തീയതി പോലും എന്നാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളൊരു വിഷയമുണ്ടത്. പ്രവാചകന്റെ ജനന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത് റബീഉൽ അവ്വൽ 12 എന്നാണ്. മുഹഖിഖുകളായ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നത് റബീഉൽ അവ്വൽ 9 ആണ്. അതിൽ ഉറപ്പുള്ളത് ജനിച്ച ദിനം മാത്രമാണ്. തിങ്കളാഴ്ച ദിനമാണ് പ്രവാചകൻ ജനിച്ചത്. അത് മാത്രമാണ് അതിൽ ഉറപ്പുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതെന്ന റബീഉൽ അവ്വൽ 12 റസൂല് മരിച്ചത്. മുസ്ലിങ്ങൾ ഏറ്റവും അധികം ദുഃഖം പ്രകടിപ്പിച്ച ദിനം റബീഉൽ അവ്വൽ 12. അന്നേ ദിനം തന്നെയാണ് ഇന്ന് ആഘോഷവും. നേരെ വിപരീതമാണ്. മുസ്ലിങ്ങൾ ഏറ്റവും അധികം ദുഃഖം അനുഭവിച്ചത് റബീഉൽ അവ്വൽ 12 പ്രവാചകൻ മരിച്ച ദിനം. അതിൽ തർക്കമില്ല. റസൂലിന്റെ മരണം നടന്നത് 12 എന്ന് തർക്കവുമില്ല. അന്നാണ് ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ അവലംബിച്ച രീതി, പ്രവാചകൻ പഠിപ്പിക്കുന്ന രീതി ജനന മരണ തീയതികളിലൂടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രൂപമല്ല. മറിച്ച് സന്ദേശങ്ങൾ സ്വീകരിക്കുക, അത് ജീവിതത്തിൽ പകർത്ത് ദീന് ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്ന രീതിയാണ് അവലംബിച്ചു വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച ദിനത്തെ സംബന്ധിച്ച് റസൂല് പറഞ്ഞത്, ആ ദിനത്തിൽ ഞാൻ ജനിച്ചു. ആ തിങ്കളാഴ്ച ദിനമാണ് എനിക്ക് പ്രവാചകത്വ നിയോഗമുണ്ടായത്. അതാ ഖുർആൻ അവതരിച്ചത്. തിങ്കളാഴ്ച ദിനത്തിൽ വ്യാഴാഴ്ച ദിനവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിനമാണ്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ ഈ ദിനത്തിൽ എൻ്റെ കർമ്മം പ്രദർശിപ്പിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞത്, വ്യാഴാഴ്ച നോമ്പെടുക്കാനും പറഞ്ഞത്. അപ്പൊ തിങ്കളാഴ്ച ദിവസം റസൂല് ജനിച്ചു എന്നതുകൊണ്ട് അന്നേ ദിനം ആഘോഷിക്കാനല്ല പറഞ്ഞത്. ജനിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതും പ്രവാചക നിയോഗമുണ്ടായതൊക്കെ ആ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്നും നമ്മുടെ കർമ്മങ്ങൾ ആ ദിനങ്ങളിൽ തന്നെയാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ദിനങ്ങളിൽ വ്രതമനുഷ്ഠിക്കാനാ പറഞ്ഞത്. അത് റബീഉൽ അവ്വൽ മാസമായിട്ട് ബന്ധമില്ല. റബീഉൽ അവ്വൽ 12 ബന്ധമുള്ളതല്ല. ഒരു കൊല്ലത്തിലെ എല്ലാ ദിനങ്ങളിലും എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യേണ്ട വ്രതാനുഷ്ഠാനമാണിത്. മറ്റൊന്ന് ചോദ്യം വായിക്കുന്നില്ല. അബൂ ലഹബ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തബ്ബത്ത് എന്ന അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ ലഹബ്. അബൂ ലഹബിന്റെ മക്കളായിരുന്നു പ്രവാചകന്റെ 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തിരുന്നത്. ആ 2 കുട്ടികളെയും തലാഖ് ചൊല്ലി പ്രവാചകന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലായിരുന്നു പ്രവാചകന്റെ വീട്ടിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന ജോലി ഏറ്റെടുത്തിരുന്നത്. പ്രവാചകന്റെ വീട്ടിൽ വരുന്ന മുസ്ലിങ്ങളെ തിരിച്ചറിയുകയും ശത്രുക്കൾക്ക് വിവരം കൊടുത്തിരുന്ന ആ സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സദസ്സിൽ ചെന്ന് പ്രസംഗിച്ചാലും പ്രസംഗം അവസാനിച്ചാൽ ഉടനെ എഴുന്നേറ്റെന്നിട്ട് ഇവൻ മതം മാറ്റുന്നവരാണ്, നമ്മുടെ പിതാക്കന്മാരെ തള്ളിപ്പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രസംഗം നടത്തിയിരുന്ന അബൂ ലഹബാണ്. അങ്ങനെ റസൂലിനെ ശപിച്ചുകൊണ്ട് നടന്നിരുന്ന അബൂ ലഹബിനെ അള്ളാഹ് ശപിച്ചു. ജീവിച്ചിരിക്കുന്ന അബൂ ലഹബിനെ ശപിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ. അബൂ ലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു. വതബ്ബ, അവൻ മുഴുവൻ തന്നെ നശിച്ചവനാണ്, ശപിക്കപ്പെട്ടവനാണ്. ഇനി അവൻ മാത്രമല്ല, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ അവന്റെ സ്വാധീനങ്ങളോ അധികാരങ്ങളൊന്നും അവന് യാതൊരു ഉപകാരം ചെയ്യുകയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകത്തിൽ അവൻ കത്തിയേരിയും, അവന്റെ ഭാര്യ അവനോടൊപ്പം തന്നെ നരകത്തിലുണ്ട് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഇനി ചോദ്യമുള്ളത്, ഈ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന സുവൈബ എന്ന സ്ത്രീയെ മോചിപ്പിച്ചു. ആ കാരണത്താൽ അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്നു. ഇത് ബുഖാരിയിലുണ്ട് എന്നാണ്. അങ്ങനെ ബുഖാരിയിൽ ഇല്ലേ എന്നാണ് ചോദ്യം. ബുഖാരിയിലുണ്ട്. ബുഖാരിയിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം. ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, ഹദീസ് അല്ലാത്തതുമുണ്ട്.
തഅലീഖുകളുണ്ട്, അധ്യായങ്ങളുണ്ട്. ഇങ്ങനെ പലതും ഉള്ള ഒരു ഗ്രന്ഥമാണ് ബുഖാരി. ബുഖാരിയിലുള്ള ഹദീസുകൾ സ്വഹീഹ് മാത്രമാണ്. ഇത് ബുഖാരിയിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ സ്ത്രീകളെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. അതിൽ ഒരു സ്ത്രീയാണ് സുവൈബ. ഈ സുവൈബ റസൂലിന് പാലൂട്ടിയ സ്ത്രീയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ച് റസൂലിന്റെ മുലയൂട്ടിയ സ്ത്രീയാണെന്നുള്ള ഹദീസാണ് പറയുന്നത്. അത് പറയുമ്പോൾ ഈ സുവൈബയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കിസ്സയുണ്ട് എന്നാണ്. എന്താണ് കിസ്സ? ഒരാള് സ്വപ്നം കണ്ടു, അബൂലഹബിന്. സ്വപ്ന കഥയാണ്. ഏതോ ഒരു വ്യക്തി സ്വപ്നം കണ്ട അബൂലഹബിന്. അപ്പൊ ചോദിച്ച് എങ്ങനെയുണ്ട്? നരകത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, തിങ്കളാഴ്ച ദിവസമാണ് ഒരു ആശ്വാസമുള്ളത്, അന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടും, ഞാനന്ന് ആ സുവൈബിനെ മോചിപ്പിച്ചതിന്റെ ഫലമായിട്ട്. ഇത് ഏതോ വ്യക്തി കണ്ട സ്വപ്നമാണ്. ഈ സ്വപ്നക്കഥ ഈ ഹദീസ് പറയുമ്പോൾ ഇങ്ങനൊരു കഥ അബൂലഹബുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന സ്വപ്നക്കഥ അവിടെ പറഞ്ഞതാണ്. അത് ഹദീസല്ല, ഇസ്ലാമികമായ പ്രമാണമല്ല, തെളിവല്ല. ഒറ്റ വാക്കിൽ ഇങ്ങനെ ബുഖാരിയിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ സഹീഹായ ഹദീസായിരിക്കുമെന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കുക. അതല്ല ഇതിന്റെ വസ്തുത. മാത്രവുമല്ല, ഇബ്നു ഹജർ അൽ അസ്കലാനി അൽ ഇസാബ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പരാമർശിച്ച ഭാഗത്തുള്ളത് സുവൈബയെ മോചിപ്പിച്ചത് റസൂല് ജനിച്ച സമയത്തല്ല എന്നാണ്. അദ്ദേഹം വ്യക്തമായി തന്നെ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഅ്തഖഹ അബൂ ലഹബ് ഫലമ്മാ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തഖഹ അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അബൂ ലഹബ് സുവൈബയെ മോചിപ്പിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ എന്നുള്ള നാശം മക്കയിൽ നിന്ന് പോയി രക്ഷപ്പെട്ട് കിട്ടി എന്ന സന്തോഷത്തിലാണ് സുവൈബയെ മോചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതാഭിപ്രായമായിട്ട് ഇബ്നു സഅദിന്റെ ഉദ്ധരണിയായി ഇസാബയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ആവട്ടെ, ഇതൊരു സ്വപ്നക്കഥയാണ്, ഇത് പ്രമാണമല്ല, ഹദീസ് അല്ല, ഖുർആനിന് എതിരുമാണ്. കാരണം ആ രണ്ട് കൈകളും നശിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ നശിച്ച കൈയിൽ നിന്ന് നരകത്തെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ഖുർആനിനെതിരായ ഒരു സ്വപ്നക്കഥ തെളിവായിട്ട് പറയാൻ പറ്റുമോ? ഇനി ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈ അബൂലഹബാണോ ഇസ്ലാമിൽ നമുക്ക് മാതൃക? നമുക്ക് നബിദിനാഘോഷം നടത്താൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളത് നമ്മൾ തെളിവുദ്ധരിക്കേണ്ടത് അബൂലഹബിന്റെയും അബൂജാഹിലിന്റെയൊക്കെ മാതൃകയാണോ? അതല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ലേ? അതാണ് ഇസ്ലാമിൽ നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയും തെറ്റും തിരിച്ചറിയാനും നന്മ നന്മയായും തിന്മ തിന്മയായും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മയെയും നമ്മുടെ കുടുംബാദികളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള പലരുമുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ അള്ളാഹു പരിഹാരമുണ്ടാക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. That's